Dear students, today we are going to discuss the first chapter of Social Science 2nd of 9th standard. Chapter is Sun, the ultimate source of energy. Sun is the ultimate source of energy of Earth. And Sun is the ultimate source of energy of oceans, atmosphere, everything. അതായത് ഭൂമിയിലെ ഊർജത്തിൻ്റെ മുഖ്യ ഉറവിടം സൂര്യനാണ്. നമുക്കറിയാം, ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം ജീവൻ്റെ സാന്നിധ്യമാണ്. ആക്ച്വലി ദിസ് ഫാക്ടർ ദാറ്റ് സെപ്പറേറ്റ്സ് ദ എർത്ത് ഫ്രം അതർ പ്ലാനറ്റ്സ്. അതിന് കാരണം ഒന്ന് സൂര്യതാപ ലഭ്യതയാണ്, സൗരോർജമാണ്. In this chapter, first you have to create idea about what do you mean by insolation. എന്താണ് ഇൻസൊലേഷൻ? ഇൻസൊലേഷൻ മീൻസ് സൗരവികിരണം. സൗരവികിരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യതാപത്തെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. The solar energy reaches the earth in the form of short waves is known as insolation. Here you have to create what are the process that atmosphere gets heated, or what are the process of heat transfer in the atmosphere. അതായത് അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ പ്രക്രിയകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപന പ്രക്രിയകൾ ഏതെല്ലാമാണ്. അന്തരീക്ഷം സൂര്യതാപത്തിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ചൂടുപിടിക്കുന്നില്ല. ഫസ്റ്റ് the earth gets heated and consequently the atmosphere gets heated. ആദ്യം സൂര്യതാപത്തിൻ്റെ ഫലമായി ഭൂമി ചൂടുപിടിക്കുന്നു. ഭൂമി ചൂടുപിടിക്കുന്നതിലൂടെയാണ് അന്തരീക്ഷം ചൂടുപിടിക്കുന്നത്. അപ്പം what are the process that atmosphere gets heated? Process are conduction, convection, advection and terrestrial radiation. Conduction, convection, advection and terrestrial radiation are the process that atmosphere gets heated. First point, conduction. ചാലനം എന്ന് പറയും, താപചാലനം. What do you mean by conduction? Heat is transferred to the part of the atmosphere close to the hot surface of the earth. Heat is transferred to the part of the atmosphere close to the hot surface of the earth. അതായത് സൂര്യതാപം ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്നു. ഭൂമി ചൂടുപിടിക്കുന്നതിലൂടെ ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗം ചൂടുപിടിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. ഈ പ്രക്രിയയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. Second point, convection. What do you mean by convection? Convection എന്ന് പറഞ്ഞാൽ നമ്മൾ സംവഹനം എന്ന് പറയും. Heated air expands and rises up. അതായത് ഡ്യൂ ടു കണ്ടക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റഡ് എയർ എക്സ്പാൻഡ്, താഴത്തെ വായു ചൂടുപിടിക്കുന്നു, അത് വികസിക്കുന്നു, സാന്ദ്രത കുറയുന്നു. ആൻഡ് റൈസസ് അപ്പ്, മുകളിലേക്ക് വരുന്നു. ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് കൺവെക്ഷൻ. ഈ പ്രോസസ്സിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അഡ്വിക്ഷൻ, അഭിവഹനം എന്ന് പറയും. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ് ഈസ് നോൺ ആസ് അഡ്വിക്ഷൻ. അതായത് കാറ്റ് വീശുന്നതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ താപം വിതരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് അഡ്വിക്ഷൻ. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ് ഈസ് നോൺ ആസ് അഡ്വിക്ഷൻ. നെക്സ്റ്റ്, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ മീൻസ് ഭൗമവികിരണം. അതായത് സൂര്യതാപം ഭൂമിയെ ചൂടുപിടിപ്പിക്കുന്നു. ഭൂമി ഈ ഊർജം പുറത്തേക്ക് വിടുന്നു. ഭൂമി പുറത്തേക്ക് ഊർജം വിടുന്നത്
ദീർഘതരംഗ രൂപത്തിലാണ്. How we can define terrestrial radiation? The re-radiation of energy from the surface of the earth back to the outer space in the form of long waves is known as terrestrial radiation. അതായത് ഭൂമിയിലേക്ക് വരുന്ന സൂര്യതാപം അത് ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നു. ഭൂമി ഈ ഊർജത്തെ ദീർഘതരംഗ രൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. ഈ പ്രക്രിയയാണ് terrestrial radiation, ഭൗമ വികിരണം. Next, you know about the atmospheric temperature, which is the instrument that used to measure atmospheric temperature. That is thermometer. Thermometer used to measure atmospheric temperature. Which are the units used to measure atmospheric temperature? Units are, degree Celsius and degree Fahrenheit. Degree Celsius and degree Fahrenheit. Next, we try to examine, what do you mean by heat budget? Heat budget. എന്താണ് heat budget? If we consider the solar energy reaches the earth as 100 units, 35% of this energy are reflected back by the atmospheric particles. അതായത് ഭൂമിയിലേക്ക് വരുന്ന സൂര്യതാപത്തെ നിങ്ങൾ 100 യൂണിറ്റായി കരുതുക. ഇതിൽ 35 യൂണിറ്റ് ഊർജം അന്തരീക്ഷ ഭാഗങ്ങളിൽ തട്ടി ഔട്ടർ സ്പേസിലേക്ക് തിരിച്ചു പോകുന്നു. Then 14% of this energy, 14% of this energy are absorbed by clouds and dust particles in the atmosphere. Then remaining 51 units, അവശേഷിക്കുന്നത് 51 യൂണിറ്റ് ആണ്. Actually, this energy gets heated the earth. ഈ 51 യൂണിറ്റ് ആണ് ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നത്. What the earth gets heated due to 51 units energy, and the earth emits out this energy. ഭൂമി ഈ ഊർജത്തെ പുറത്തേക്ക് വിടുന്നു. That is terrestrial radiation. And 17% of this unit directly go to outer space. ഈ 51 യൂണിറ്റിൽ 17 യൂണിറ്റ് നേരിട്ട് ഔട്ടർ സ്പേസിലേക്ക് തന്നെ പോകുന്നു. Remaining 34 units actually absorbed by clouds and dust particles. അവശേഷിക്കുന്ന 34 യൂണിറ്റ് അന്തരീക്ഷത്തിലെ മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നു. That energy also consequently go to the outer space. അതും പിന്നീട് ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. This is known as heat budget. So create idea about heat budget. And we get a maximum solar energy at 12 o'clock. നിങ്ങൾക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യതാപം ലഭിക്കുന്ന സമയം എപ്പോഴാണ്? അതായത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ബിക്കോസ് സൺറൈസ് വാസ് വെർട്ടിക്കലി ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്താണ് സൂര്യരശ്മികൾ കുത്തനെ പതിക്കുന്നത്. So we get or we experience maximum solar energy at 12 o'clock. That means noon. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യതാപം ലഭിക്കുന്ന സമയം. But we experience maximum atmospheric temperature at 2 o'clock. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ താപം അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. കാരണം എന്താണ്? ബിക്കോസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ requires this much time to spread the heat in the atmosphere. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂര്യതാപം നേരിട്ട് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നില്ല. ആദ്യം ഭൂമി ചൂട് പിടിക്കുന്നു, എന്നിട്ടാണ് അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്. അതായത് അന്തരീക്ഷം ചൂട് പിടിക്കാൻ സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
അന്തരീക്ഷ താപം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം എത്ര മണിയാണെന്ന് പറഞ്ഞത്? 2 മണി. എന്നാൽ സൂര്യതാപം ഭൂമിയിലേക്ക് വരുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇനി വി എക്സ്പീരിയൻസ് ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആഫ്റ്റർ 4 o'clock. നമുക്ക് അന്തരീക്ഷ താപം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന സമയം 4 മണിക്ക് ശേഷമാണ്. രാവിലെ 4 മണിക്ക് ശേഷമാണ്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Then about atmospheric temperature, you have to understand these points. Points are, diurnal range of temperature and daily mean temperature. ഈ 2 ആശയങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദൈനിക താപാന്തരം എന്ന് പറയും. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദൈനിക ശരാശരി താപനില. നിങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ തന്നെ കാണാറുണ്ട്. കാലാവസ്ഥ കൃത്യമായിട്ട് പറയാറുണ്ട് മീഡിയകളിലൊക്കെ തന്നെ. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ താപനില പറയാറുണ്ട്, മാക്സിമം ടെമ്പറേച്ചർ. കുറഞ്ഞ താപനില, മിനിമം ടെമ്പറേച്ചറും പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ സാധാരണ ശ്രദ്ധിക്കുന്നതാണ്. ഹിയർ വാട്ട് യു മീൻ ബൈ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? എന്താണ് ദൈനിക താപാന്തരം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഇൻ എ ഡേ ഈസ് കോൾഡ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. The difference between the maximum temperature and minimum temperature in a day is called diurnal range of temperature. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ദൈനിക താപാന്തരം. How we can find out this? Maximum temperature minus minimum temperature, we get diurnal range of temperature. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില മൈനസ് ചെയ്താൽ നമുക്ക് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ദൈനിക താപാന്തരം ലഭിക്കും. ഇവിടെ നോക്കൂ, മാക്സിമം ടെമ്പറേച്ചർ ഇൻ എ ഡേ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്. ഒരു ദിവസത്തെ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. Then minimum temperature 26 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. Here find out diurnal range of temperature. How we can find out? About 30 degree Celsius minus 26 degree Celsius. So diurnal range of temperature is equal to 4 degree Celsius. So create idea about diurnal range of temperature. Next, daily mean temperature. About daily mean temperature? Daily mean temperature means ദൈനിക ശരാശരി താപനില. How we can find out? The average temperature in a day is called daily mean temperature. The average temperature in a day is called daily mean temperature. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് daily mean temperature. How we can find out? Maximum temperature plus minimum temperature by 2, we get daily mean temperature. An example, maximum temperature in a day is 32 degree Celsius. ഒരു ദിവസത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. മിനിമം ടെമ്പറേച്ചർ ഇൻ എ ഡേ ഈസ് 26 ഡിഗ്രി സെൽഷ്യസ്. 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 32 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 26 ഡിഗ്രി സെൽഷ്യസ്. വി ഗെറ്റ് what 32 plus 26 is equal to 58 degree Celsius by 2. That means daily mean temperature, that is 29 degree Celsius. ഇത്തരത്തിൽ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചറിനെ കണ്ടെത്താൻ കഴിയും. നെക്സ്റ്റ്, യു ഹാവ് ടു ക്രിയേറ്റ് ഐഡിയ അബൌട്ട് ദിസ് പോയിന്റ്.
isotherms. Isotherms, the imaginary lines drawn on maps connecting equal atmospheric temperature are known as isotherms. അതായത് തുല്യ താപം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്, ഇമാജിനറി ലൈൻസ് ആണ് isotherms. The imaginary lines drawn on maps connecting places experience equal atmospheric temperature are known as isotherms. അതാണ് isotherms, സമതാപീയ രേഖകൾ അല്ലെ സമതാപ രേഖകൾ. മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് you have to create idea about what are the factors that influence atmospheric temperature. ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത ആശയമാണ് അന്തരീക്ഷ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം. What are the factors that influence the atmospheric temperature? അന്തരീക്ഷ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? അന്തരീക്ഷ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫാക്ടേഴ്സ് ആർ ഫസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. നോക്കുക, ഫസ്റ്റ് ലാറ്റിറ്റ്യൂഡ്, then altitude, nearness of ocean and winds. Latitude, altitude, nearness to ocean and winds are the factors influencing atmospheric temperature. First factor, latitude. നോക്കൂ, latitude. Actually, we get maximum solar energy, equatorial region. When we goes to poles, atmospheric temperature decreases. നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യതാപം ലഭിക്കുന്ന മേഖല ഏതാണ്? ഇക്വേറ്ററിലാണ്. ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോൾസിലേക്ക് പോകുമ്പോൾ, ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സോളാർ എനർജി കുറയുന്നു. സോ വി ക്യാൻ സേ മെയിൻ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് atmospheric temperature, that is latitude. Second factor, altitude. Altitude means uyaram. When height increases, atmospheric temperature decreases. Height increases, atmospheric temperature decreases. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ താപനില കുറയുന്നു. Every 165 meter, atmospheric temperature decreases 1 degree Celsius. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലാണ് അന്തരീക്ഷ താപം കുറയുന്നത്. Actually, this process that we can see in the lower part of the atmosphere, that means troposphere. ഈ ഒരു സവിശേഷത, അതായത് ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ അന്തരീക്ഷ താപം കുറയുന്ന സവിശേഷത നമുക്ക് കാണാൻ കഴിയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള മണ്ഡലമായ ട്രോപ്പോസ്ഫിയറിലാണ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് നോർമൽ ലാപ്സ് റേറ്റ്. ഈ ആശയത്തെ വിളിക്കുന്നത് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ്. സോ ക്രിയേറ്റ് ഐഡിയ അബൌട്ട് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് atmospheric temperature. Third factor, nearness to ocean, samudra samipyam. Nearness to ocean influence atmospheric temperature. നോക്കൂ, heating of land causes wind blow from sea to land. Then cooling of land cause wind to blow land to sea. So we can say nearness to ocean actually influence atmospheric temperature. And last point, winds, കാറ്റ്. Warm and cold winds can respectively influence atmospheric temperature. അതായത് ചൂടുള്ള കാറ്റും തണുത്ത കാറ്റും അന്തരീക്ഷ താപത്തെ സ്വാധീനിക്കാറുണ്ട്. ഈ ആശയങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.
കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് നൗ.